നമസ്കാരം. എനിക്ക് തോന്നുന്നു ഫെബ്രുവരി എന്ന് പറയുന്ന ഈ മാസത്തിൽ ഒരുപാട് വണ്ടികളൊന്നും വരാനില്ല. അതുമാത്രമല്ല, കഴിഞ്ഞ മാസം നല്ല ബിസി ആയതുകൊണ്ട് ശരിക്കും ഫ്രീ ആയിട്ടിരുന്നൊരു മാസമാണിത്. അങ്ങനെ ഈ മാസം ഇരുന്നപ്പോൾ എൻ്റെ ഫോർഡ് ഫിഗോ ആസ്പെയറിൻ്റെ ഒരു അപ്ഡേറ്റ് തരാൻ തോന്നി. മാത്രമല്ല, ഇതൊന്ന് ഗ്രാഫിൻ കോട്ടൊക്കെ ചെയ്തിട്ടുണ്ട്, ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട്. ഫോർഡ് ഇന്ത്യയിലേക്ക് വരുന്നു, പുലി വരുന്ന പുലി എന്ന് പറഞ്ഞുള്ള ഫേക്ക് ന്യൂസുകൾ, അതുപോലെ ടാറ്റ നാനോയുടെ വരുന്നു എന്നുള്ള ഫേക്ക് ന്യൂസുകൾ MVD ഉദ്യോഗസ്ഥന്മാർ പോലും സ്റ്റാറ്റസ് ഇട്ട് കണ്ടു. ഇപ്പോൾ 15 വർഷം കഴിഞ്ഞ വണ്ടികളുടെ ടാക്സ്, അതായത് പഴയ വണ്ടികളുടെ ടാക്സ് 50% വർദ്ധിച്ചു എന്ന് പറഞ്ഞു. ഫാസ്ടാഗ് സബ്സ്ക്രിപ്ഷൻ മോഡലാക്കി. ഓക്കെ, കുറേ കാര്യങ്ങളുണ്ട്, അതിനകത്തേക്കൊന്നും കിടക്കുന്നില്ല. എന്തായാലും ഇന്ന് ഈ ഒരു വണ്ടി, അതായത് ഫോർഡ് ഫിഗോ ആസ്പെയറിൻ്റെ ഒരു അപ്ഡേറ്റ് തരാം. 78,000 കിലോമീറ്ററിലേക്ക് കിടക്കുന്ന വണ്ടിക്ക് എന്താണ് അവസ്ഥ എന്ന് പറയാം. ഇപ്പോൾ ചിലരെങ്കിലും പറയും ചത്ത കുട്ടിയുടെ ജാതകം നോക്കിയിട്ടുണ്ടാകുന്നു. അങ്ങനെയല്ല, ഇതെന്ന് പറയുന്നത് എൻ്റെ ഒരു ഡെയിലി ഡ്രൈവറാണ്, എൻ്റെ ഒരു ഡെയിലി യൂസ് കാറാണ്. അപ്പോൾ ഇതിന് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അതാണെന്ന് പറയാൻ പോകുന്നത്. വരൂ, വെൽക്കം ടു വണ്ടി പ്രാന്തൻ. ശരിക്കും ഒരു പഴയ കാറ്, അതായത് കമ്പനി മാനുഫാക്ചർ നിർത്തിയ ഒരു കാറ്, വലിയ പോപ്പുലർ അല്ലാത്ത ഒരു കാറ്, അത് യൂസ് ചെയ്യാനുള്ള ആ ഒരു കാര്യം എന്ന് പറയുന്നത് ചിലപ്പോൾ പേഴ്സണലായിരിക്കാം, ചിലപ്പോൾ ആ ഒരു സെൻറ്റിമെൻറ്റ്സ് ആയിരിക്കും, ചിലപ്പോൾ അതിൻ്റെ ഗുണങ്ങളായിരിക്കാം, ചിലപ്പോൾ അതിൻ്റെ ആ ഒരു എന്താ പറയുക കൊണ്ടുനടക്കാനുള്ള ലൈസൻസ് ആയിരിക്കാം. ഓക്കെ, പഴയ വണ്ടികൾക്ക് ഇന്നും ഒരു ചാമുണ്ട്, എപ്പോഴും ഒരു ചാമുണ്ട്. കാരണം മോർ കാർ പെർ കാർ എന്നുള്ള, അല്ലെങ്കിൽ പെർ വാല്യൂ എന്നുള്ള കാര്യമാണ്. വാല്യൂ ഫോർ മണി പ്രൊപ്പോസിഷനാണ്. അപ്പോൾ നിങ്ങളൊരു 2 ലക്ഷം രൂപയ്ക്കോ 3 ലക്ഷം രൂപയ്ക്കോ ഒരു വണ്ടി മേടിച്ച് അത് ഓടിക്കുന്ന പോലെയല്ല 20 ലക്ഷം രൂപയ്ക്കോ അല്ലെങ്കിൽ 30 ലക്ഷം രൂപയ്ക്കോ വണ്ടി മേടിച്ച് ഓടിക്കുന്നത്. ഓക്കെ, രണ്ടിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റുകളും അല്ലെങ്കിൽ ആ ഒരു ദോഷങ്ങളുമുണ്ട്. ഞാൻ പറയുന്നത് ഒരു യൂസ്ഡ് കാർ എന്ന ഒരു പെർസ്പെക്റ്റീവിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഏറ്റവും എളുപ്പത്തിൽ കിട്ടുന്ന ഒരു ഡീസൽ കാറെന്ന് ഫോർഡ് ഫിഗോ ആസ്പെയറിനെ പറയാം. കാരണം ഇത് രണ്ടും ഇപ്പോൾ 4 ലക്ഷം രൂപയുടെ താഴേക്ക് വന്നിട്ടുണ്ട്. അതായത് എനിക്ക് തോന്നുന്നു ടാക്സിയുടെ വണ്ടിയൊക്കെ 2 ലക്ഷം രൂപയുടെ മുകളിൽ കാണാണ്ട്. ഓക്കെ, 1.80 ഒരു വണ്ടി കണ്ടു. എന്നാലും ആ ഒരു വാല്യൂ പ്രപ്പോസിഷൻ വെച്ച് നോക്കിയാൽ ഡീസൽ കാർ ഓൺ ചെയ്യാനായിട്ട് ബെസ്റ്റ് ആയിട്ടുള്ള 2 ചോയ്സുകളിൽ ഒന്നെന്ന് പറയുന്നത് ഫിഗോ ആസ്പെയർ ആണ്, മറ്റൊന്ന് ഫിഗോയാണ് എന്നുള്ളതാണ്. ഓക്കെ, സ്വിഫ്റ്റ് ഡീസൽ അല്ലെങ്കിൽ മറ്റുള്ള വണ്ടികളുണ്ട്, ഞാൻ പറയുന്നത് അങ്ങോട്ടല്ല. എന്നാലും യൂസ്ഡ് കാറിൻ്റെ ആ ഒരു പെർസ്പെക്റ്റീവ് നോക്കിയാലേ ഗുണം കൂടുതൽ ഇത് യൂസ് ചെയ്യുമ്പോഴാണ്. കാരണം 100 bhp എന്ന് പറയുന്ന ഒരു പവർ 4 ലക്ഷം രൂപ താഴെ കിട്ടുന്നു എന്നുള്ള ഗുണം, അതുപോലുള്ള കാര്യങ്ങളുണ്ട്. ഓക്കെ, ഫോർഡ് എന്ന് പറയുന്ന വണ്ടിക്ക് മെയിൻ്റനൻസ് എങ്ങനെയുണ്ട്, ആസ്പെയറിന് എങ്ങനെയാണ് മെയിൻ്റനൻസ് ഉള്ള കാര്യം ചോദിക്കാം. ഇതിന് ഇതേവരെ എനിക്ക് കാര്യമായിട്ടുള്ള പണികളൊന്നും കിട്ടിയില്ല. എന്ന് വെച്ചാൽ പണി കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു വണ്ടിയുടെ കാര്യമായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ള വണ്ടികൾക്ക് പണി കിട്ടി കാണും. എന്നാലും ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് വളരെ തുച്ഛമായ ഒരു കാശ് ചിലവുണ്ടായിട്ടുള്ളതാണ്. 8 വർഷം കഴിഞ്ഞു, 9 വർഷത്തിലാണ്. ഈ 8 വർഷം കൊണ്ട് ഇതിൻ്റെ മുകളിൽ കാര്യമായിട്ടുള്ള ഒരു കാശൊന്നും ഞാൻ ചിലവാക്കിയിട്ടില്ല. എനിക്ക് തോന്നുന്നു മേജറായിട്ടുള്ളൊരു ചേഞ്ച് എന്ന് പറയുന്നത് അതിൻ്റെ സ്റ്റിയറിംഗ് റാക്ക് മാറിയതാണ്. അതൊന്ന് വാറണ്ടിയിലാണ് മാറിയത്. പല ആളുകളും പല കാര്യങ്ങളും ഈ വണ്ടിയെക്കുറിച്ച് എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ടയറിൻ്റെ സൈസ് എന്താ, ഏതാണ് ടയർ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത് സർവീസ് ചെയ്യുന്നത് എവിടെയാണ്, ഇപ്പോഴും ഓതറൈസ്ഡ് സർവീസ് സ്റ്റേഷൻ ഉണ്ടോ, ഫോർഡിൻ്റെ പാർട്സിൻ്റെ അവസ്ഥ എന്താ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു യൂസ്ഡ് കാർ വാങ്ങുന്ന ആൾക്ക് എത്രത്തോളം ഗുണമാവും വീഡിയോ എന്നുള്ളതാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. കാരണം ഒരാളൊരു ഫോർഡ് ഫിഗോ അല്ലെങ്കിൽ ഒരു ആസ്പെയർ വാങ്ങാൻ പോകുമ്പോൾ അവർക്ക് കിട്ടുന്ന ആ ഒരു ഇൻപുട്ട് എന്ന് പറയുന്നതായിരിക്കും ഈ വീഡിയോയുടെ മെയിനായിട്ടുള്ള ഒരു കാര്യം. അങ്ങനെ പറയുമ്പോൾ ഇതിൻ്റെ പ്രശ്നങ്ങളിലേക്ക് ആദ്യം പോകാം. ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഹാർഡ് ക്ലച്ച് എന്ന് പറയുന്നത് വലിയ പ്രശ്നം. കാരണം നമുക്ക് സാധാരണ മാരുതിയോ അല്ലെങ്കിൽ ടാറ്റ മോട്ടോഴ്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വണ്ടികളൊന്നും ഓടിക്കുന്ന പോലെയല്ല, ശരിക്കും ഹെവിയാണ് ക്ലച്ച്. അപ്പോൾ ഞാനൊക്കെ ഈ ഒരു ക്ലച്ചിൻ്റെ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യുന്നത് സൈക്ലിംഗ് കൊണ്ടാണ്. സൈക്കിൾ ഓടിയിട്ട് ഈ മുട്ടിൻ്റെ ആ ഒരു കാര്യം കുറച്ചുകൊണ്ടാണ്. പിന്നെ സീറ്റ് ഒന്ന് മോഡിഫൈ ചെയ്തു. അപ്പോൾ സീറ്റ് മോഡിഫിക്കേഷനിലേക്ക് വരാം. ഇതിൻ്റെ ക്ലച്ചിൻ്റെ ട്രാവൽ കൂടുതലല്ല, പക്ഷേ സ്പ്രിങ്ങിൻ്റെ ടെൻഷൻ ഭയങ്കര കൂടുതലാണ്. ഇത് ഹൈഡ്രോളിക് ക്ലച്ചാണ്. അപ്പോൾ ഇതൊന്ന് കുറയ്ക്കാനായിട്ട് എന്തെങ്കിലും മാർഗ്ഗമുണ്ടോ, അല്ലെങ്കിൽ ആഫ്റ്റർ മാർക്കറ്റ് ക്ലച്ച് കിട്ടുമോ എന്നൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഒന്നുമില്ല. അപ്പോൾ പജറോ ഒക്കെ പോലുള്ള വണ്ടികൾക്കൊക്കെ ആ ഒരു ക്ലച്ചിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് ആഫ്റ്റർ മാർക്കറ്റ് ക്ലച്ച് കിട്ടാണ്ട് നമ്മുടെ ഫോർഡിന് അതില്ല. അതുകൊണ്ട് തന്നെ ഞാൻ സീറ്റ് വളരെ മുന്നോട്ടിട്ട് ഒരിത്തിരി ഉയർത്തി വെച്ച സീറ്റിൻ്റെ ഈ അപ്പോസിറ്റ് കൊണ്ട് ഈ കാലിൻ്റെ ആ ഒരു താങ്ങ് കൊടുത്തിട്ടൊക്കെയാണ് ഇത് അഡ്ജസ്റ്റ് ചവിട്ടുന്നത്. ഓക്കെ, സിറ്റി യൂസ് ഇപ്പോഴും കമ്പൽസമാണ്, ബുദ്ധിമുട്ടാണ്, കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതിന് ശീലമാക്കാൻ പറ്റാവുന്നൊരു പ്രശ്നമുള്ള ഒരു വലിയ ഒരു സീനൊന്നുമല്ല എന്നുള്ളതാണ്. പിന്നെ മേജറായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും പറയാൻ പറ്റില്ല, ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ പവർ വിൻഡോയുടെ സ്വിച്ച് ഇത് ലൂസായിട്ടുണ്ട്, ഇത് മാറ്റണം, ഇത് മൊത്തത്തിൽ മാറ്റണം. അതുപോലെ ലെഫ്റ്റ് സൈഡിലെ ആ ഒരു ഡോറിലെ നോബ് വർക്ക് ചെയ്യുന്നില്ല. അതായത് മുകളിലേക്ക് പോകും താഴേക്ക് പോകില്ല എന്ന പ്രശ്നമുണ്ട്. അപ്പോൾ 2 പവറിൻ്റെ സ്വിച്ച് മാറ്റാറായിട്ടുണ്ട്. അത് മാത്രമല്ല 80,000 കിലോമീറ്ററിന് അടുക്കാണ്. ശരിക്കും ഫോർഡിൻ്റെ ഫിഗോ ആസ്പെയറിൻ്റെ ആ ഒരു ടൈമിംഗ് ബെൽറ്റിൻ്റെ ചേഞ്ച് എന്ന് പറയുന്നത് 1 ലക്ഷം കിലോമീറ്റർ അല്ലെങ്കിൽ 8 വർഷം. അപ്പോൾ ഇത് 8 വർഷം കഴിഞ്ഞ് 9ാമത്തെ വർഷത്തിലേക്ക് എത്തിയ സ്ഥിതിക്ക് ആ ഒരു ടൈമിംഗ് ബെൽറ്റ് കൂടി മാറേണ്ടതുണ്ട്. ആ ഒരു കാര്യം നമ്മുടെ ഒരു പെൻഡിങ് ആയിട്ട് നിൽക്കുകയാണ്. പിന്നെ ഗിയർ ലിവറിൻ്റെ ബുഷ് ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്, അത് നമ്മൾ മാറുന്നുണ്ട്. അതാണ് ഒരു മെയിനായിട്ടുള്ള കാര്യം. സ്റ്റിയറിങ്ങിൻ്റെ മുകളിൽ അടി വന്നപ്പോഴാണ് സ്റ്റിയറിങ്ങിൻ്റെ റാക്ക് മാറേണ്ടി വന്നത്. പക്ഷേ അതൊരു വലിയ കോസ്റ്റ്ലി അഫെയർ അല്ല കേട്ടോ. അതത്ര വലിയ കോസ്റ്റ്ലി അഫെയർ അല്ല പറയാൻ കാരണം മറ്റുള്ള വണ്ടികളെ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു 20,000 രൂപയുള്ളതാണ് അതിൻ്റെ ഒരു റാക്കിൻ്റെ ഒരു വില എന്നുള്ളതാണ്. ഇപ്പോൾ പാർട്സിൻ്റെ വില കൂടിയിട്ടൊന്നുമില്ല ഇതുവരെ, എല്ലാം നമുക്ക് റീസണബിളായിട്ട് കിട്ടുന്നുണ്ട്. ഫോർഡിൻ്റെ ആ ഒരു പാർട്സിൻ്റെ ആ ഒരു അവൈലബിലിറ്റിയും കുഴപ്പമൊന്നുമില്ല. അപ്പം ഇപ്പോൾ നമുക്ക് ഓൺലൈൻ സൈറ്റുകളിൽ അതുപോലെ
ഔട്ട്ലെറ്റുകളിലൊക്കെ പാർട്സ് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഓതറൈസ്ഡ് ഫോർഡിൻ്റെ സർവീസ് സെൻ്ററുകളുണ്ട്. മാത്രമല്ല നമുക്ക് ആ ഒരു പാർട്സൊക്കെ വാങ്ങിയിട്ട് ഏതെങ്കിലും ലോക്കൽ ഷോപ്പ് പോയിട്ട് ചെയ്യാം. വലിയ പ്രശ്നമില്ല, വലിയ ബുദ്ധിമുട്ടുകളില്ല മെയിൻറ്റെയിൻ ചെയ്യാനുള്ളതാണ്. ഈ ഫോർഡ് ഫിഗോയുടെ പെയിൻറ്റ് ക്വാളിറ്റി എക്സെപ്ഷണലാണ്. ഞാൻ വാങ്ങിയ ആ ഒരു വർഷം ഒന്നും ചെയ്തിട്ടില്ല, 2 വർഷം ഒന്നും ചെയ്തിട്ടില്ല. 3ാമത്തെ വർഷമാണ് ഇത് ആദ്യമായിട്ട് സെറാമിക് കോട്ട് ചെയ്യുന്നത്. ആ സെറാമിക് കോട്ടിങ്ങിന് ശേഷം 5ാമത്തെ വർഷത്തിൽ വീണ്ടും ഒരു ഗ്രാഫിൻ കോട്ടി ഉണ്ടായിട്ട് ഇപ്പോൾ 9ാമത്തെ വർഷത്തിലേക്ക് എത്തിയപ്പോൾ ഈ സമയത്ത് ഒന്നുകൂടി ഒരു ഗ്രാഫിൻ കോട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു വണ്ടി എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി കൊണ്ടു നടക്കാനായിട്ട് നമ്മുടെ ഒരു പേഴ്സണൽ കാറായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റാണ്. വർഷത്തിലൊരിക്കൽ ഡീറ്റെയിലിംഗ് ചെയ്യണമെന്നുള്ളത് ഞാൻ റെക്കമെൻഡ് ചെയ്യാതെ. സെറാമിക് കോട്ടോ അല്ലെങ്കിൽ ഗ്രാഫിൻ കോട്ടോ അതുപോലെ കോസ്റ്റ്ലി ആയിട്ട് PPF എന്നല്ല പറയുന്നത്. ആ ഒരു ബഫൊക്കെ ചെയ്തിട്ട് ക്ലിയർ, അത് പെയിൻറ്റിൻ്റെ കാര്യം അറിയാമല്ലോ, പ്രൈമർ, ആ ഒരു മെയിൻ കോട്ട്, ക്ലിയർ, ഇതാണ് ബേസിക്കലി. ആ ക്ലിയർ കട്ട് ചെയ്ത് ഒന്ന് പോളിഷൊക്കെ ചെയ്തെടുത്താൽ വണ്ടി എപ്പോഴും ക്ലീനായിട്ട് കിടക്കും. അപ്പോൾ അകമാണെങ്കിലും പുറമാണെങ്കിലും എല്ലാം വർഷത്തിലൊക്കെ ഡീറ്റെയിലിംഗ് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ കാർ പുതിയ കാറായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. കൂടാതെ ഈ പ്ലാസ്റ്റിക് പീസൊക്കെ നമുക്ക് ശരിക്കും മങ്ങി വെള്ള കളറാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ബ്ലാക്ക് ആക്കണം. അതാണ് ഈ പുതിയ വണ്ടിയുടെ പുതിയ ലുക്കായിട്ട് കിട്ടുന്നത്. എനിക്ക് ഒരു ചെറിയ അപകടം പറ്റിയിരുന്നു. അതായത് ഈ സൈഡ് ഞാൻ കൊണ്ടുപോയിട്ടൊരു ഹുണ്ടായി കൊണ്ട് മുകളിൽ ചെറുതായിട്ട് തട്ടി. അപ്പോൾ ഈ ലൈറ്റ് പൊട്ടി. അപ്പോൾ ഈ 2 ലൈറ്റുകളും തമ്മിൽ കളറിൽ ചെറിയ വ്യത്യാസം വന്നു. ആ ബമ്പറിലെ പെയിൻറ്റും ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. അത് ഒന്നും ചെയ്യാനില്ല, കാരണം 2 പെയിൻറ്റും കൂടി മാച്ച് ചെയ്തിട്ടില്ല. ഞാൻ ആ പെയിൻറ്റ് ചെയ്ത് ലോക്കൽ വർക്ക്ഷോപ്പിലല്ല, ഈവൻ ഡീലർഷിപ്പിലാണ്. എപ്പോഴും അവർക്ക് ആ 2 പെയിൻറ്റും കൂടി മാച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ആ ഒരു കാര്യം എടുത്ത് കാണും, അതൊരു കുറവായിട്ട് തന്നെ കാണുമൊന്നും ചെയ്യാനില്ല. പിന്നെ ഈ ഗ്രില്ലുണ്ടല്ലോ, ഈ ഗ്രില്ല് ഒരു മണ്ടത്തരം കാണിച്ചു. ഈ ഗ്രില്ല് മൊത്തത്തിൽ ഗ്ലോസി ആവാൻ വേണ്ടിയിട്ട് ഞാൻ പെയിൻറ്റ് അടിച്ച്. പക്ഷേ ആ പെയിൻ്റ് എന്ന് പറയുന്നത് ഉള്ളിൽ പിടിച്ചില്ല, പുറത്ത് പിടിച്ചു. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വൃത്തികേടായി. അപ്പോൾ ഗ്രില്ല് മാറ്റേണ്ടി വന്നു. അവിടെയാണ് ഞാൻ അടുത്ത ഒരു സർപ്രൈസ് ആയിട്ടുള്ളൊരു കാര്യം കണ്ടത്. ഞാൻ വിചാരിച്ചു ഓക്കെ, ഫോർഡാണ്, ഗ്രില്ല് പെയിൻ്റ് അടിച്ച് നാശമായിപ്പോയി. ഇനി ആ ഗ്രില്ല് ഓർഡർ ചെയ്ത് 10-15 ദിവസം കഴിഞ്ഞേ കിട്ടുള്ളൂ. അതുവരെ പഴയ ഗ്രില്ല് വെക്കേണ്ടി വരും, അല്ലെങ്കിൽ വൃത്തികേടായിട്ട് വണ്ടി കൊണ്ടു നടക്കേണ്ടി വരുമെന്ന് വിചാരിച്ചു. പക്ഷേ ഈസിലി അവൈലബിൾ ആയിട്ട് ആ വണ്ടി ഡീലർഷിപ്പിൽ പോയിട്ട് എനിക്ക് വാങ്ങാൻ പറ്റി. വണ്ടിയല്ല, ഗ്രില്ല് വാങ്ങാൻ പറ്റി. ആ ഗ്രില്ല് അവൈലബിൾ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു പ്ലാസ്റ്റിക് പീസുകളും ഹെഡ്ലൈറ്റും അല്ലെങ്കിൽ റേഡിയേറ്ററും ഗ്രില്ലും ഒക്കെ ഇപ്പോഴും ഈസിലി അവൈലബിൾ ആണ് എന്നുള്ളതാണ്. അടുത്തൊരു കോസ്റ്റ്ലി ഐറ്റം എന്ന് പറയുന്നത് കീയ. ഈ കീ എന്ന് പറയുന്നത് പൊട്ടാനും ഇതിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ നാശമായി പോകാനൊക്കെ എളുപ്പമാണ്. ഇത് ഫ്ലിപ്പാണ്, അപ്പോൾ ഇതിൻ്റെ ഇളക്കം വരും, പൊട്ടും. ഞാൻ ചോദിച്ചാൽ കവർ ഇട്ടൊക്കെയാണ്. എനിക്ക് ഇതുവരെ കീക്ക് കുഴപ്പമൊന്നുമില്ല, അത് വീണിട്ടുണ്ട്, പൊട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് റിപ്ലേസ് ചെയ്യാൻ കുറച്ച് കോസ്റ്റ്ലിയാണ്. അപ്പോൾ കീ ഒരിത്തിരി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ സീറ്റിൽ ആംറസ്റ്റ് ഞാൻ ഇവിടെ മാത്രമേ വെച്ചിട്ടുള്ളൂ, ഈ ഒരു സൈഡിൽ മാത്രമേ വെച്ചിട്ടുള്ളൂ. പക്ഷേ ഇത് യൂസ്ഫുള്ളാണ്, അത് പറയാം. പിന്നെ സ്റ്റിയറിങ്ങിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ സ്റ്റിയറിങ് റാപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ട് നടന്നിട്ടില്ല. കാരണം ഇവിടെ കട്ടിങ് ഇല്ലെന്ന് പറയുന്നത് എല്ലാവരും. അതായത് റാപ്പ് ചെയ്ത വൃത്തികേടാവും, അതുകൊണ്ട് റാപ്പ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതിനൊരു സൊല്യൂഷൻ ഞാൻ കണ്ടിട്ടുണ്ട്. ഫോർഡ് ഫിഗോയ്ക്ക് ഒരു സ്പോർട്സ് എഡിഷൻ വന്നായിരുന്നു, അതിൻ്റെ സ്റ്റിയറിങ്ങിന് അവിടെ റാപ്പിംഗ് ഉണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റിയറിങ് സെക്കൻഡ് ഹാൻഡോ അല്ലെങ്കിൽ പുതിയ തന്നെയോ കിട്ടിയാൽ അന്ന് റാപ്പ് ചെയ്യാം എന്നെനിക്കൊരു പ്ലാൻ ഉണ്ട്. അതാണ് എൻ്റെ ഒരു റാപ്പിങ്ങിൻ്റെ സിറ്റുവേഷൻ. അത് ഞാൻ ചെയ്യുന്നുണ്ട്. കാരണം ഇത് സ്റ്റിയറിങ് ഒത്തിരി പഴകി ഒരിത്തിരി പീൽ ഓഫ് ആയിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ ഇതൊന്ന് ശരിയാക്കേണ്ടതുണ്ട്. അതുപോലെ ഏറ്റവും കൂടുതൽ കംപ്ലൈൻറ്റ് ചെയ്യുന്ന ഐറ്റമാണ് ഈ ഒരു സ്വിച്ചുകൾ എന്ന് പറയുന്നത്. സ്വിച്ചുകൾ എന്ന് പറയുമ്പോൾ സ്റ്റിയറിങ്ങിലെ സ്വിച്ച് ഈ പറഞ്ഞു പോവും, ഇത് വർക്ക് ചെയ്യാണ്ടാവും. എനിക്ക് ഇത് ഒരു വട്ടം മാറ്റേണ്ടി വന്നിട്ടുള്ളൂ. പക്ഷേ പലർക്കും ഇത് പലവട്ടം മാറ്റേണ്ടി വന്നുള്ള അവസ്ഥ ഉണ്ട്. ഇതെന്തായാലും ക്ലീനാണ്, ഇതിൽ കുഴപ്പമൊന്നുമില്ല, വർക്കിംഗ് ആണ്. ഈ വണ്ടിക്ക് ആ ഒരു പുതുമ വരുത്താൻ വേണ്ടി ഞാൻ എല്ലാ വർഷവും ശ്രമിക്കാറുണ്ട്. കാരണം നമുക്കൊരു വണ്ടി മാറ്റി വേറെ വണ്ടി വാങ്ങുന്നതിനെ കൂടുതൽ നമ്മുടെ വണ്ടി ഓരോ വർഷം ഒന്ന് പുതുക്കുന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ട് പുതിയ കാറുകൾ കാണുന്ന പോലെ സൗണ്ട് സിസ്റ്റം വേണമെന്ന് തോന്നി. അങ്ങനെ ഒരു ടച്ച് സ്ക്രീനും ഒരു അണ്ടർ സീറ്റ് സബ്വൂഫർ ഞാൻ വെച്ചു. ഇത് പൈനിയർ ആദ്യം വെച്ചത്. അപ്പോൾ ഇതിൻ്റെ വയറിങ്ങിൻ്റെ പ്രശ്നം, ആ ഒരു വയറിങ്ങിൻ്റെ ഒരു കുഴപ്പമെന്ന് പറയുന്നത് ഇതിൻ്റെ ചെറിയ വോൾട്ടേജ് വ്യത്യാസം പോലും ഈ വണ്ടിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പൈനിയറിൻ്റെ സിസ്റ്റം വെച്ചിട്ട് തിരിച്ച് സോണി ആക്കേണ്ടി വന്നു. കാരണം വയറിങ് ശരിയല്ലാത്തതുകൊണ്ട് എപ്പോഴും ഓഫായി പോയിരുന്നു. ഇതിനകത്ത് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേയും ഉണ്ട്. ക്യാൻവാസ് എന്ന് പറയുന്ന സംഗതി വെച്ചിട്ടൊക്കെ നോക്കി, പക്ഷേ അത് ശരിയായില്ല ആ ഒരു നമ്മുടെ പൈനിയറിൻ്റെ സിസ്റ്റം. അതുകൊണ്ട് തിരിച്ച് ഞാൻ സോണിക്ക് വന്നു. 34,000 രൂപയുടെ സിസ്റ്റം ആണെങ്കിൽ നല്ല ഓഫർ കിട്ടി. അതൊക്കെ ഞാൻ വീഡിയോ ഉണ്ടാക്കിയിട്ട് വീണ്ടും പറയേണ്ട കാര്യമില്ല. കൂടാതെ ഒരു സബ്വൂഫർ വെച്ചു. സ്റ്റീരിയോസ് അത്യാവശ്യം നല്ല സൗണ്ടൊക്കെ തരുന്നുണ്ട്. എനിക്ക് അത്യാവശ്യം ലൈവബിളായിട്ടുള്ള ഒരു സംഗതിയായിട്ട് മാറി. ഇനി ചെയ്യേണ്ടത് എനിക്ക് തോന്നുന്നു ഇവിടെ ഈ ഒരു ഗ്ലാസ് മാറ്റിയിട്ട് എനിക്ക് നമ്മുടെ ആ ഒരു ക്രോമാറ്റിക് ഇലക്ട്രോ മാഗ്നറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓട്ടോ ഡെമ്മിങ്ങുള്ള ഒരു മിറർ വെക്കണമെന്നുണ്ട്. ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കിട്ടാൻ വേണ്ടിയിട്ട്. ഒരു റീസണബിൾ കോസ്റ്റിൽ ചീപ്പായിട്ട് ഏത് മോഡലിൽ കിട്ടിയാലും വെക്കാൻ പ്ലാൻ ഉണ്ട്. പിന്നെ ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലല്ലേ, അതൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ മൊത്തത്തിൽ ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഓടിക്കാൻ നമുക്ക് ഒരു ഫണ്ണ് തരുന്ന 100 bhp അതുപോലെ അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു കാറ്. ഈ കാറ് എന്ന് പറയുന്നത് ഒരു ഡെയിലി ഡ്രൈവറായിട്ട് ഞാൻ മേടിച്ച വണ്ടിയാണ്. പണ്ട് ആദ്യത്തെ കാറെന്ന് നിലയ്ക്ക് മേടിച്ച വണ്ടിയാണ്. ആദ്യത്തെ പുതിയ കാറെന്ന് നിലയ്ക്ക് വാങ്ങിച്ച വണ്ടിയാണ്. ഇത് 9 വർഷത്തേക്ക് എടുക്കുന്നു. എൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് 15 വർഷത്തോളം ഇത് കൊണ്ടു നടക്കുക എന്നുള്ളത് തന്നെയാണ്. അത് എനിക്കറിയാൻ പറ്റില്ല, അതിൻ്റെ അവൈലബിലിറ്റി, പാർട്സിൻ്റെ അവൈലബിലിറ്റി അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. അങ്ങനെയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ അതിന് വ്യത്യാസം വന്നേക്കാം. എന്തായാലും സോ ഫാർ ഈ വണ്ടി നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ളതാണ്. അത് തന്നെയാണ് ജിംനിയുടെ 73 നമ്പറിൻ്റെ പ്രത്യേകത. അതായത് ഇതേ കാറിൻ്റെ നമ്പറാണ് അതേ കാറിന്. ഇപ്പോൾ നിങ്ങൾ ഫോർഡ് ഫിഗോ അല്ലെങ്കിൽ ആസ്പെയർ യൂസ്ഡ് വാങ്ങാൻ നോക്കുകയാണെങ്കിൽ കുറച്ച് ടിപ്സ് ഞാൻ പറയാം. ഡീസൽ
അതായത് എയർ ഫിൽറ്ററിൻ്റെ അവിടെ ആ ഭാഗത്തേക്ക് ഓയിൽ ഇറങ്ങുന്ന ഒരു പ്രശ്നം ഫിഗോന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഓയിൽ കത്തുന്ന ഒരു പ്രശ്നം പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ ഓയിൽ കത്തുന്ന പ്രശ്നം എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു 1000 കിലോമീറ്റർ ഓടുമ്പോൾ സെർട്ടൻ മില്ലി ഓയിൽ കുറയുക എന്നുള്ള പ്രശ്നമാണ്. അത് ഇടയ്ക്കിടയ്ക്ക് ടോപ്പ് ചെയ്യേണ്ടി വരും. എനിക്കൊന്നും ആ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. എൻ്റെ ഓയിലൊക്കെ അത്യാവശ്യം നന്നായി നിൽക്കുന്നുണ്ട്. പിന്നെ DPFൻ്റെ ഇഷ്യൂ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ വണ്ടിക്കില്ല. എന്നാലും മെല്ലെ ഓടിക്കുന്ന വണ്ടികൾക്ക് ചെക്ക് എഞ്ചിൻ ലൈറ്റ് വരുന്ന കാര്യമുണ്ട്. അത് EGR-നകത്ത് ആ ഒരു കരി അടിഞ്ഞിട്ടാണ്. അപ്പോൾ ശരിക്കും ആ EGR-നകത്ത് കരി അടിയാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് കാല് കൊടുത്ത് ഓടിക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് എല്ലാ ഡീസലും പോലെ തന്നെ ഇതിനും അപ്ലിക്കബിൾ ആണ്. എനിക്കത് ഓർമ്മ വരുന്നൊരു ചെറിയ ഒരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ വണ്ടി വാങ്ങിയ സമയത്ത് ഭയങ്കരമായിട്ട് കെയർ ചെയ്തിട്ട് 1000 കിലോമീറ്റർ 2000 RPM താഴെ ഓടിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കൊച്ചിയിൽ നിന്ന് നാട്ടിലേക്ക് എടുത്ത് പോവാം. വീട്ടിലെത്തുമ്പോൾ ഞാൻ കാണുന്നത് ചെക്ക് എഞ്ചിനിലേക്ക് കത്തി കിടക്കുന്നതാ. അതേ വറിയിൽ ഞാൻ ഫോണിലേക്ക് വിളിച്ചു. അവർ പറഞ്ഞു വണ്ടി കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ഞാൻ കൊണ്ടുപോകുമ്പോൾ അവർ കാണിക്കുന്നത് ഞാൻ എൻ്റെ വണ്ടി 1000 കിലോമീറ്റർ റേസ് ചെയ്യാതെ മെല്ലെ ഓടിക്കുന്ന വെച്ച വണ്ടിയുടെ ത്രോട്ടിൽ എടുത്ത് പ്രസ് ചെയ്ത് പിടിച്ച് റെഡ് ലൈൻ ചെയ്ത് കരി കളയുന്നതാണ്. പിന്നെ ഞാൻ ആ റണ്ണിൽ നോക്കിയിട്ടില്ല. എന്നാലും അങ്ങനെ ഡീസൽ വണ്ടിക്ക് അങ്ങനെ ഒരു കാര്യമുണ്ട്. EGR-ൽ കരി അടിയുന്നൊരു പ്രശ്നമുണ്ട്. പിന്നെ കാര്യമായിട്ടുള്ള കാര്യം സ്റ്റിയറിങ്ങിൻ്റെ അടി ഒരു കാര്യമാണ്. അതുകൂടാതെ ബ്രേക്ക് ഡിസ്കിൻ്റെ ആ ഒരു അണിവനായിട്ടുള്ള വെയർ ചെയ്യുമ്പോൾ ആ ഡിസ്ക് മാറേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ മാറിയിട്ടില്ല, എനിക്ക് ആ പ്രശ്നം വന്നിട്ടില്ല. അതുപോലെ ഒരു കാര്യം ഈ വണ്ടിക്ക് ഞാൻ കണ്ടത് ഈ ക്ലച്ചിൻ്റെ ടൈറ്റാണ്. അതൊന്നും ചെയ്യാനില്ല. സസ്പെൻഷൻ ഞാൻ മാറി. സസ്പെൻഷൻ മാറിയെന്ന് പറയുമ്പോൾ സ്റ്റട്ട് രണ്ടും മാറാനായിട്ടേക്ക് വന്നത് ഏറെക്കുറെ 5500 രൂപയാണ്. ഞാൻ ആഫ്റ്റർ മാർക്കറ്റ് വാങ്ങല്ല ചെയ്ത് ആ ഒരു ഡീലർഷിപ്പിൻ്റെ ഔട്ട്ലെറ്റിൽ പോയിട്ട് മേടിച്ച് കസ്റ്റമായിട്ട് ആ ഒരു വർക്ക്ഷോപ്പ് പോയിട്ട് ചെയ്ത് അത് മാറാനായിട്ട് അധികം പൈസ വന്നിട്ടില്ല. എന്തായാലും ഇപ്പോൾ നിങ്ങൾ മാറുന്നത് ഡീലർഷിപ്പിലാണെങ്കിലും ഒരു 10000 രൂപ താഴെ വരുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇനി എനിക്ക് വരാൻ പോകുന്നൊരു മേജർ എക്സ്പെൻസ് എന്ന് ഞാൻ കാണുന്നത് ഇതിൻ്റെ ആ ഒരു ബെൽറ്റ് ചേഞ്ചാണ്. അപ്പോൾ ചോദിച്ചപ്പോൾ ബെൽറ്റ് മാറാനായിട്ട് 10000 രൂപ താഴെ എന്നാണ് പറഞ്ഞത്. പക്ഷേ വാട്ടർ പമ്പിന് ലീക്ക് ഉണ്ടാവാറുണ്ടെന്ന്. വാട്ടർ പമ്പിന് ലീക്ക് ഉണ്ടോ ഇല്ലയോ നോക്കണം. ഇനി വാട്ടർ പമ്പിന് ലീക്ക് ഉണ്ടായാലും ചെറിയ ലീക്കാണെങ്കിൽ അത് ചൂട് കാരണം അങ്ങനെ വേപ്പറൈസ് പോകും. അപ്പോൾ നമ്മളവിടെ വാട്ടറൊന്നും കാണില്ല. അതുകൊണ്ട് തന്നെ ടൈമിംഗ് ബെൽറ്റ് അഴിച്ചാലേ അത് അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ബെൽറ്റ് ടെൻഷനർ അതിൻ്റെ കാര്യങ്ങൾ വാട്ടർ ആ ഒരു പമ്പ് എന്നിവയൊക്കെ കൂടിയിട്ട് എനിക്ക് തോന്നുന്നു 10-10000 രൂപയുടെ ഒരു എക്സ്പെൻസ് ഞാൻ കാണുന്നുണ്ട്. പിന്നെ ടയറാണ്. ടയർ ഇത് ഓടുന്നത് 3ാമത്തെ സെറ്റ് ടയറാണ്. ഞാൻ ആദ്യം ഇതിൻ്റെ ആ ഒരു MRF ടയർ ആ ഒരു വാറണ്ടി മാറി സൗണ്ട് കാരണം അത് ഫ്രീ ആയിട്ട് മാറി. പിന്നീട് ബ്രിസ്റ്റോണിൻ്റെ ഫയർ സ്റ്റോൺ ഇട്ടു. അത് മാറ്റിയിട്ട് ഞാൻ ഫ്രീ സ്റ്റൈലിൻ്റെ 15 ഇഞ്ച് അലോയ്സും 205 പ്രൊഫൈൽ S-ഡ്രൈവ് ഇട്ടു. അതെനിക്ക് കുറച്ച് ഓവറായിട്ട് തോന്നി. കാരണം ഇവിടെ തട്ടിയിട്ടൊന്നും ചളുങ്ങി ഇതിനെ ഒന്ന് ബെൻഡൊക്കെ ചെയ്തപ്പോൾ ഞാൻ 195 ആക്കി. അപ്പോൾ ടയറിൻ്റെ സൈസ് വെച്ച് ആൾക്കാരോട് പറയാണ് ഇതെന്ന് പറയുന്നത് 195 55 R15 ഇത് യോക്കോഹാമയുടെ S-ഡ്രൈവ് ആണ് എന്നുള്ളതാണ്. ആ ഒരു വീൽ എന്ന് പറയുന്നത് ഫ്രീ സ്റ്റൈലിൻ്റെ സ്റ്റോക്ക് അലോയ്സ് ആണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ശരിക്കും പറയാനായിട്ട്. ഇനി ഇതിൻ്റെ ഒരു കൂടുതൽ കാര്യങ്ങൾ പറയണം, ആവശ്യമുള്ള കാര്യങ്ങൾ എന്താ ചോദിച്ചാൽ അത് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് തോന്നുന്നത് ഞാൻ ലോക്ക് ചെയ്യുമ്പോൾ എപ്പോഴും എൻ്റെ മിറർ ഫോൾഡ് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ഫോൾഡ് ചെയ്യുന്നൊരു മൊഡ്യൂൾ കൂടി വേണമെന്നുണ്ട്. പക്ഷേ എനിക്ക് വയറിങ്ങിൻ്റെ ഒരു കാര്യത്തിൽ ഒരിത്തിരി പ്രശ്നമുള്ളതാണ്. കാരണം ക്യാൻവസൊക്കെ വെക്കാതെ സെറ്റ് വെച്ചപ്പോൾ ആ ഒരു ഇടയ്ക്കിടയ്ക്ക് ഓഫ് ആവുന്ന പ്രശ്നം വന്നില്ലേ. അതുപോലെ വയറിങ്ങിന് നമ്മൾ മെസ്സപ്പ് ചെയ്യേണ്ടതിട്ട് ഞാനത് ചെയ്യാത്തതാണ്. എന്തായാലും അതുകൂടി എനിക്ക് മനസ്സിലുണ്ടെന്നാണ്. എന്തായാലും നിങ്ങൾക്ക് ബാക്ക് സീറ്റ് കൂടി കാണിച്ചു തരാം, വരൂ. ഈ ഫോർഡ് ഫിഗോയ്ക്ക് ഞാൻ ചെയ്ത ബാക്ക് സീറ്റിലെ മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് സീറ്റിൻ്റെ ആ ഒരു മെറ്റീരിയൽ മാറ്റുക എന്നുള്ളത് മാത്രമാണ്. പിന്നെ 70 മാറ്റ് ഇട്ടുണ്ട്. ഓക്കെ, അതൊക്കെ അത്ര വലിയ കാര്യങ്ങളല്ല. ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ ബാക്കിലെ ചില്ലിലൂടെ വെയിലടിക്കുന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ മോട്ടോർ വാഹന വകുപ്പ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കോടതി വിധിയൊക്കെ വന്ന സ്ഥിതിക്ക് നമുക്ക് കൂളിംഗ് ഫിലിം അടിക്കാം. എൻ്റെ മൈൻഡിൽ അങ്ങനെ ഐഡിയ ഉണ്ട്. അങ്ങനെ കൂളിംഗ് ഫിലിം അടിക്കാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ റീലായിട്ട് ഇടാം കേട്ടോ. എന്തായാലും മിക്കവാറും അടുത്ത് തന്നെ ചെയ്യുന്നുണ്ട് പ്ലാൻഡ്. അപ്പോൾ അതാണ് എൻ്റെ ഒരു മേജർ മോഡിഫിക്കേഷൻ. 3 കാര്യങ്ങൾ ചെയ്യാൻ ബാക്കിയുള്ള ഒന്ന് ആ ഒരു ഓട്ടോ ഡിമ്മിങ്ങിലെ മിറർ, 2 ഫോൾഡിങ് ചെയ്യുന്ന മിററിൻ്റെ ഒരു മൊഡ്യൂൾ, 3 എന്ന് പറയുന്നത് കൂളിംഗ് ഫിലിം. ഇത്രയും കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്. ഇപ്പോൾ ഹെഡ്ലൈനൊന്നും നാശമായിട്ടില്ല. നാശമാണെങ്കിൽ മറ്റുള്ള മെറ്റീരിയൽ വെച്ച് ചെയ്യുന്ന കാര്യം ആലോചിക്കായിരുന്നു. ഞാൻ പല വണ്ടിക്കും കണ്ടു, ഹാങ് ചെയ്ത് കണ്ടു, കേടുന്ന് കണ്ടു, നമ്മുടെ വണ്ടിക്കാണ് പ്രശ്നമൊന്നും വന്നിട്ടില്ല. പിന്നെ ഒരു സംഗതി കണ്ടത് അവിടെ ആ ലൈറ്റ് മാറ്റി ഫിയസ്റ്റർ ലൈറ്റ് വയ്ക്കുന്നത്. പക്ഷേ കോസ്റ്റ് നോക്കിയപ്പോൾ ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. 9 വർഷങ്ങൾ എനിക്ക് കാര്യമായിട്ടുള്ള പോക്കറ്റ് കാലിയാക്കാത്ത നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള നമുക്ക് എവിടെയും കൊണ്ടുപോകാവുന്ന ഒരു വണ്ടിയായിട്ടുള്ള ഒരു ഫൺ കാറായിട്ടുള്ള ഫോർഡ് ആസ്പെയർ പറ്റാവുന്നിടത്തോളം കാലം യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇത് 9ാമത്തെ വർഷത്തെ അപ്ഡേറ്റാണ്, ഒരു മേജർ അപ്ഡേറ്റാണ്. അടുത്തതായിട്ട് വീണ്ടും വരാം. അതിലേക്ക് നന്ദി, നമസ്കാരം.